നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെറിയൊരു ക്രാഫ്റ്റ് സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ അതൊരു ബോട്ടിൽ ആർട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണിത്. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഇനിയിപ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ നല്ല ഭംഗിയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. നല്ലൊരു റൂം ഡെക്കറായിട്ട് കൂടി ഇതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ഹാർട്ട് ഷേപ്പ് ഒരു വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പല സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വൈറ്റ് പേപ്പർ ആവണം തന്നെയല്ല, ഏതെങ്കിലും ഒരു പേപ്പർ മതി. നമ്മൾ ലാസ്റ്റ് ഇത് ഇവിടുന്ന് ഇളക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ഏത് കളറായാലും കുഴപ്പമില്ല. സെൻറ്ററിൽ ഒഴിച്ചിട്ടിട്ട് അതിന് ചുറ്റുമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ കട്ടിങ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ പെയിൻറ് എടുക്കണം. ഇനി ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഹാർട്ട് ഷേപ്പിൻ്റെ മുകളിൽ കൂടിയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കോട്ട് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവും. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ആ ഹാർട്ട് ഷേപ്പൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെന്നോ മറ്റോ വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കുപ്പിയുടെ കളർ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്ലാക്ക് പേപ്പറിൽ ഒരു കപ്പിളിൻ്റെ പിക്ചർ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ കപ്പിൾ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ജസ്റ്റ് ഔട്ട്ലൈൻ വരച്ചാൽ മതിയല്ലോ. ഗമ്മ് വെച്ചിട്ട് ഇത് ഒട്ടിക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ ആ സ്പേസ് വിട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ റെഡ് കളർ എടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇങ്കില്ലാത്തൊരു പെന്നും എടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ആ ഹാർട്ട് ഷേപ്പിന് ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഹാർട്ട് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാത്തിമ അൻഷിത ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻഷിതയ്ക്ക് ഒരു ബിഗ് ഹായ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതുപോലെ ഞാൻ എല്ലാ ഹാർട്ട് ഷേപ്പിനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പിക്കിനും ഒരു ബോർഡർ പോലെ റെഡ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ റെഡ് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ബോട്ടിലിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്കിവിടെ ഒരു റെഡ് റിബൺ കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്തും കൊടുക്കണം. അതിന് ഞാൻ സ്പോഞ്ചാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു സിമ്പിൾ ലുക്ക് ഉണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട്. ഇത് ബോട്ടിലിൻ്റെ ഒക്കെ അകത്തിടുന്നൊരു ലൈറ്റാണ്. ഇത് തന്നെയായിരുന്നു ഞാൻ ക്രിസ്മസിന് സ്റ്റാർ ഉണ്ടാക്കിയ സമയത്ത് സ്റ്റാറിലിട്ടിരുന്നത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു ഫാൻസി കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 80 രൂപയായിരുന്നു. ഇനി ഇത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. നമ്മൾ ഇളക്കിയെടുത്തിട്ടുള്ള ആ ഹാർട്ട് ഷേപ്പിൻ്റെ ഇടയിലൂടെ ലൈറ്റ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇരുട്ടത്ത് വെക്കുമ്പോൾ ഇത് പൊളി ലുക്കാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരിക, എന്നിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വാലന്റൈൻസ് ഡേ ക്രാഫ്റ്റ് സീരീസിലെ സെക്കൻഡ് വീഡിയോയിൽ കാണാം.